കോക്കനട്ട് ബിസ്ക്കറ്റിൽ കോക്കനട്ടില്ലെന്നും പറഞ്ഞ് കാക്കനാട്ടുകാരന് മദ്ദളം. മദ്ദളോ മർദ്ദനം. ഈ പത്രം രാവിലെ എടുത്ത് നോക്കാനേ പറ്റത്തില്ല. ഇതിനകത്താണെങ്കിൽ മൊത്തം അക്ഷരങ്ങളാ. എന്താ ചെയ്യുന്നത്? എടാ സുഖദേവോ, സുഖദേവ. അതെങ്ങനെ? എന്റെ പെണ്ണുമ്പിള്ള പോയതിനു ശേഷം ഞാൻ ഇവിടെ ഒരു വേലക്കാരനെ വെച്ചിട്ടുണ്ട്. അവനാണെങ്കിൽ ഒരു വാവളം തായി. അതിന് അവനെ വിളിക്കണമെങ്കിലോ എന്റെ വാവളക്കണം. എടാ സുഖദേവോ, എന്തോ വേണം വല്ല ചൂടുവെള്ളം കാണും കുടിക്കണ്ടേടാ. എനിക്ക് ഞാൻ വരുന്നേ. പാഞ്ഞോട് ഇതെന്താ? അല്ല, മുതലാളിയുടെ ഭാര്യയുടെ ഒരു കുറവ് ഇവിടെ വരുത്തരുതല്ലോ. 90 കാലഘട്ടങ്ങളിൽ മിമിസ് പരേഡിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. താടിയും മുടിയും മീശയൊക്കെ വെച്ചിട്ട് ചാല് വിട്ട് വരുന്ന ഇതേപോലെ പെമ്പിള്ളാരുടെ ഫിഗറും ചെയ്തോണ്ട് വരുന്നു. പിന്നെ ഞാൻ ഇന്നാ കാണുന്നത്. എടുത്ത് കള്ള ആൾക്കാരെ കൊണ്ട് പറയിക്കാതെ. ഇന്നാ മുതലാളി കാപ്പി കുടിച്ചാട്ടെ. അയ്യാ, ഇതിനകത്തെ നീ ചുക്ക് ചതച്ചിട്ടായിരുന്നോ? അയ്യോ, ചുക്ക് ചതച്ചിടാനാണോ പറഞ്ഞത്? ഇന്നല്ലാതെ ഞാൻ കേട്ടത് ചുക്ക് ചവച്ചിടാനാ. എടാ നീ അങ്ങനെ കാണിക്കാൻ കൊള്ളാമോ? ചുമ്മാതല്ല നിന്റെ വീട്ടുകാര് നിനക്ക് സുഖദേവൻ പേരിട്ടത്. എന്തോന്ന്? എടാ നീ ഇവിടെ തിന്ന് സുഖിച്ച് സുഖദേവനെ പോലെ ദേവനെ പോലെ ജീവിക്കുമല്ലോ. മുതലാളി ആവർത്താനം പറയല്ലേ. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാവിലെ കൂടെ ഞാൻ അമ്പലത്തിൽ പോയി എന്തോരം പ്രാർത്ഥിച്ചെന്നറിയാമോ? ഉരുളിയമ്മത്തി ഉരുണ്ട്. ഉരുളിക്കാത്താന്നോ തറയെ കിടന്ന് ഉരുണ്ടെന്ന്. എന്നിട്ട് നിങ്ങൾ ഈ വർത്താനം എന്നോട് പറയരുത് കേട്ടോ. എടാ നീ ഇപ്പൊ എന്റെ മുമ്പിൽ കിടന്ന് ഉരുളുവാ, അറിയാമോ നിനക്ക്? എടാ നിന്നോട് തേങ്ങ പൊതിക്കാൻ പറഞ്ഞിട്ട് നീ തേങ്ങ പൊതിച്ചോ? തേങ്ങ പൊതിക്കാൻ നിങ്ങൾ പറഞ്ഞു, പക്ഷെ ഞാൻ പാര ചോദിച്ചു. പാര തന്നോ? നീ അപ്പുറത്തെ സജിയോട് പോയി ചോദിക്കാണ്ടായിരുന്നു. അവന്റെ പാരയുണ്ടാ? പിന്നെ അവനല്ലൂടാ ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ പാര. ഒരു കാര്യത്തിന് എനിക്കിന്ന് തീരുമാനം അറിയണം. ഒന്നി എനിക്ക് കൈ സഹായത്തിന് ഒരാളെ വേണം, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ കിടന്ന് അടിമപ്പണി ചെയ്യാൻ പറ്റത്തില്ല. ഇവിടുത്തെ അടിമത്തം ഒഴിവാക്കണം. അടിമത്തോ? എടാ എന്റെ ബംഗാളി പിള്ളേരുണ്ടായിരുന്നുണ്ടല്ലേ, അവന്മാർ ഇത് വന്ന് ഇവിടെ വന്ന് പുഷ്പം പോലെ ചെയ്തിട്ടു, അറിയാമോ നിനക്ക്? അപ്പൊ നിനക്ക് അടിമത്തം ഇല്ലയോ? എടാ നീ എന്റെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ പണിക്ക് വന്നു, കമ്പി വിളക്കാൻ പറഞ്ഞപ്പം നീ അവിടെ മൈക്കാടിന് വന്ന രമണിയെ വളയ്ക്കാൻ നോക്കി, അല്ലയോ? നിനക്ക് അടിമത്തം പോലും. ഈ ശേഖരന്റെ നിഘണ്ടുവിൽ അടിമത്തം എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. എന്നെ അങ്ങനെ വരട്ടാന്ന് നോക്കണ്ട. നിങ്ങൾ സണ്ണിച്ചൻ കറി വെച്ചാൽ കേട്ടിട്ടുണ്ട്? അയ്യോ, സണ്ണിച്ചൻ കറി വെച്ചാൽ സണ്ണിച്ചാനും കൂട്ടാ, നീ കറി വെച്ചാൽ എനിക്ക് കൂട്ടാ. കറി വെക്കുന്ന കാര്യമല്ല പറഞ്ഞേ. സണ്ണിച്ചാൻ കോടീശ്വരന, അയാളുടെ വീട്ടിൽ നിന്ന് തന്നെ ജോലിക്ക് വിളിച്ച് ഞാൻ പോവും. നീ പോയാ എനിക്ക് പുല്ല. ഞാൻ മാട്രിമോണി കല്യാണത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് സർവ്വ ഡീറ്റെയിലും അയച്ചു തന്നു. പെണ്ണുമ്പിള്ളയുടെ ഫോട്ടോ, പെണ്ണുമ്പിള്ള പോലും പെണ്ണിന്റെ ഫോട്ടോയും അയച്ചു തന്നിട്ടുണ്ട്. മലയാളി ഈ സമയത്ത് നിങ്ങൾ കല്യാണം കഴിക്കരുതെന്ന് ഒരു ഹോം നേഴ്സിനെ വെക്കണം. നിങ്ങൾക്ക് കല്യാണം കഴിക്കാനുള്ള ഊർജ്ജമൊന്നും ഇല്ലെന്ന്. എടാ നീ എന്നെ കളിയാക്കരുത്. എടാ എന്റെ ആവുന്ന കാലത്തുണ്ടല്ലേ, എന്തോന്ന് ഉത്സവത്തിന് പോയിട്ടുണ്ട്. അവിടെ ആണെങ്കിണ്ടല്ലേ 2 കരക്കാര് ഞങ്ങൾ ഭയങ്കര അടിയാ. ഞാൻ അങ്ങോട്ട് ചെന്ന ഒരു ദിവസം, അന്നേരം ഉണ്ടടാ ഒരുത്ത ഓടി ഇങ്ങോട്ട് വരുന്നു. പിടിച്ച് ഞാൻ കൊടുത്തോരണം. അവന്റെ പല്ല് 32 വെളി വീണു. എന്നിട്ട് എന്തുവാ ഇത് കണ്ടോണ്ട് ഒരുത്തം വന്ന് ആ പല്ല് മൊത്തം പറക്കി തിന്നു. എന്നിട്ട് നിങ്ങളൊന്നും ചോദിച്ചില്ലേ? ചോദിച്ചടാ. അന്നേരം അവൻ എന്റെ അടുത്ത് പറയാ, വെറുതെ കിട്ടില്ല ഡിസ്കോപ്പരി എന്തിനാ കളയുന്നേ. അന്നേരം അത് കഴിഞ്ഞിട്ട് അവൻ എന്റെ മുമ്പിൽ വന്നു, ഡിസ്കോ 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 എന്നും പറഞ്ഞ് 2 ഡിസ്കോയും കൂടെ ഓടിക്കണ്ടേ കൊടുത്ത് അവന്റെ ഡിസ്കോ. നീ എന്റെ ഡിസ്കോയും കണ്ടോണ്ടിരിക്കാതെ നീ പെട്ടെന്ന് അടുക്കളയിൽ പോയി എല്ലാം റെഡിയാക്കാൻ നോക്ക്. എന്റെ മോനാണെങ്കിൽ സിംബാവെന്ന് വരാൻ പോവാ. അയ്യോ, ആ ചെറുക്ക ഇപ്പൊ ഏത് പാർട്ടിയിലെ? സിംബാവെ വിളിച്ചോണ്ട് വരുന്നത്. അതുകൊണ്ട് അവന് കഴിക്കാൻ എന്തെങ്കിലും സ്പെഷ്യൽ വേണം. അതുകൊണ്ട് അത് ഞാൻ ചോദിക്കായിരിക്കും. ഇവിടെ ഗസ്റ്റുകൾ വരുമ്പോ മാത്രം നിങ്ങൾ എല്ലാ ആഹാരവും പുറത്തുനിന്ന് ഓർഡർ ചെയ്യും. എന്ത് ഞാൻ വെക്കുന്ന ഗസ്റ്റുകൾക്ക് ഇറങ്ങൂലേ? അയ്യോ പൊന്നുമോനെ, നീ വെക്കുന്നത് ഇറങ്ങും. കഴിഞ്ഞ ആഴ്ച നിന്നോട് ഞാൻ ഇച്ചിരി ഇറച്ചി കറി വെക്കാൻ പറഞ്ഞു വെച്ച് അന്നേരം നീ എന്തോ ചെയ്ത? നിന്നോട് ഞാൻ പറഞ്ഞടാ ഇച്ചിരി വിനാഗിരി കുറവുണ്ട്, അതിനകത്ത് ഇച്ചിരി വിനാഗിരി ഒഴിക്കണമെന്ന് പറഞ്ഞപ്പോ നീ എന്റെ വീട്ടിന്റെ കട്ടള ജനലിലും വിനാഗിരി ഇളക്കിക്കൊണ്ട് അതിനകത്തിട്ട് ഇളക്കി എന്റെ മുമ്പിൽ കൊണ്ടുവച്ച് ഗ്രഹപ്പഴയ്ക്ക് ഞാൻ അതെടുത്ത് കടിച്ച് എന്റെ പെൻഷൻ പറ്റിയ 2 പല്ല വെളിപ്പോയത്. നിനക്കറിയാമോ? നീ പോവുകയൊക്കെ ചെയ്യാം, പക്ഷെ മുതലാളി എനിക്ക് പറ്റി തരണം. അയ്യോ, പറ്റ് മാത്രം ആകുന്ന എന്തിനാ? അടുക്കളയിലോട്ട് എന്ന് ഇച്ചിരി കഞ്ഞെല്ലാം കൂടെ ഒഴിച്ച് കഞ്ഞിയേട്ടങ്ങ് കൂച്ച് എന്റെ കൊച്ചിനാന്ന് വിളിക്കുന്നത്. എവിടെ പോയെന്നാ ഈ പറയുന്നേ? ഇന്നലെ ജോലി കഴിഞ്ഞ് എന്റെ ചേട്ടൻ വീട്ടിൽ വന്നില്ല. ഇപ്പൊ അറിഞ്ഞു ഒരു പെണ്ണ് ഒലിച്ചു പോയിന്ന്. ഇതിന് മൊലാലി സമാധാനം
പറയണം. വല്ലവനും പെണ്ണിനെ വിളിച്ചോണ്ട് പോയാലും ഞാൻ എന്തിനാടി പെങ്കൊച്ചെ സമാധാനം പറയുന്നേ? അല്ല, ഇനി ഞാൻ സമാധാനം പറഞ്ഞ തീരുന്ന പ്രശ്നമാണെങ്കിൽ കുഞ്ഞെ അതങ്ങ് തീരട്ടെ. സമാധാനം സമാധാനം സമാധാനം. പെങ്കൊച്ച നീ പിടിവിട്. നിന്റെ ചേട്ടൻ എന്തോ ഇതിനകത്ത് കാഴ്ച നിൽക്കുവാന്ന് എങ്ങനെ കുലുക്കിയിടാൻ? വേണം, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ സൈനഡ് കഴിച്ച് ചാവും. ഈ ചൈനയുടെ എന്തോ തിന്നാനാ? പ്ലാസ്റ്റിക് ആണോ? മൊലാലിക്ക് അറിയോ, എന്റെ ചേട്ടൻ എന്നും എനിക്ക് പാനിപൂരി വാങ്ങിക്കൊണ്ട് തരും. ഇനി എനിക്ക് ആരും പാനിപൂരി തരും. നീ ഇങ്ങനെ പറയാതെ നാട്ടുകാര് കേൾക്കുവാണെങ്കിൽ തോന്നുന്നു ഇവിടെ ചീത്ത വിളിയും എന്താ പൊന്നു പാനിപൂരി. നീ ഒന്നും മിണ്ടാതെ. കൊള്ളാല്. എന്തോന്ന് പെങ്ങളെ വിഷയം? എന്റെ ജീവിതം പോയി. പറട്ട കളവ. ഒരു കൊച്ചു വീട്ടിൽ കയറിയത് അതിക്രമം കാണിക്കുന്നു. തല ധരിച്ചില്ലയോ? ഒതുങ്ങിക്കോണം കേട്ടാ. അടിച്ചാൻ വിട്ടുതരും. നിന്റെ കയ്യിൽ എന്തോടാ? പിക്കാസ്. ചിത്രം വരയ്ക്കുന്ന പാബ്ലോ പിക്കാസ് ആണോ? അല്ല, തറ കളയ്ക്കുന്ന പിക്കാസ്. എടാ, നീ എന്റെ നേർക്ക് നീ ആയുധം എടുത്ത് വീശില്ലയോ? എടാ, ജീവിതത്തിൽ ആദ്യമായി നിന്റെ ഈ വിളറിയ കയ്യിലേക്ക് ഒരു ആയുധം എടുത്ത് പിടിപ്പിച്ചു തന്നിട്ട് ഏത് പ്രാണന്റെയും നെഞ്ചിലേക്ക് അത് ചുണ്ടുപിടിക്കാനും ഒരു മുടി ആര് പോലും മറക്കാതെ കാന്തി വലിക്കാനും നിന്നെ പഠിപ്പിച്ചത് ശേഖരനാ. അത് നീ മറക്കണ്ട. വേണമെങ്കിൽ ശേഖരൻ നിനക്ക് ഇവിടെ വെച്ച് കൊല്ലാം, ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. പക്ഷേ ഒരുപാട് തവണ മരണത്തിൽ നിന്ന് നീന്തി കയറിയ ഈ ശരീരവും മനസ്സും നിന്റെ മുന്നിൽ കീഴടങ്ങി കാണുമെങ്കിൽ അതിന് നീ ഒരു 100 ജന്മം കൊടുക്കല്ലേ? നായായിട്ടും നരിയായിട്ടും പിന്നെ നന്നായിട്ടും. അല്ല, എന്റെ കൂടെ ക്ഷമിക്കണമെന്ന്. ഇനി മേലാൽ എന്നെ കൊണ്ട് ഈ ഡയലോഗ് പറയരുത്. പറയച്ചാ എടാ, ഇത് തന്നെ വലിയ പാടുപെട്ടാ പറഞ്ഞത്. എനിക്ക് എന്റെ ചേട്ടനെ വേണം മൊലാലി. എനിക്ക് എന്റെ കൊച്ചുങ്ങളെ വളർത്തണം. എനിക്കൊരു ജോലി തരുമോ മൊലാലി? പൊന്നു മകളെ, ഇവിടെ ജോലിയും കൂലിയും ഒന്നുമില്ല. നീ നിന്റെ പണിയൊക്കെ പോകുന്നത്. മലയാളി അങ്ങനെ പറയരുത്. ഞാൻ എപ്പോഴും പറയത്തില്ല എന്റെ കൈ സഹായത്തിന് ഒരാളെ വേണമെന്ന്. അവളെ ഇവിടെ ജോലിക്കെട്. ശമ്പളത്തിന് തന്നു കൊടുക്കൂടാ. ശമ്പളത്തിനാണെങ്കിൽ എനിക്ക് നാളെ തൊട്ട് ശമ്പളം വേണ്ട. അവളെ ഒരിക്കൽ കുട്ടപ്പനായി വന്നിരിക്കുക. നിന്റെ റൂട്ട് എനിക്ക് മനസ്സിലായല്ലേ കൂടാ പോന്നേന്ന്. നീ ഇങ്ങോട്ട് വാ. ഇതേതാ നിനക്കറിയാമോ? ഇല്ല. അറിയത്തില്ല. എടാ, നമ്മുടെ കമ്പനി പണിക്ക് നിന്ന് ബംഗാളിയുടെ ഭാര്യ. അവൾ ഇവിടെ വന്നു കഴിഞ്ഞ് ജോലിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവളെ എന്റെ തലയിലാവത്തില്ലയോ? എടാ, ഇവളെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടാൻ നോക്കടാ. പറഞ്ഞു വേണ്ട, അത്രേ ഉള്ള. അത് ഞാൻ ശരി തരാം. മാറിക്ക് മകളെ, ഒന്ന് എഴുന്നേറ്റാണ്. എന്തോന്ന് വിഷയം? കറക്റ്റ് പറ. മൊലാലി എനിക്ക് 2 തരണം. ബംഗാളി വിളിച്ചോണ്ട് പോയ പെണ്ണിനാ? അതല്ല, വീട്ടു വാടക, വെള്ളക്കരമുണ്ട്. യോ, ഒരുപാട് പച്ചക്കരമുണ്ട് അങ്ങേർക്കുണ്ട്. അതല്ല, വാട്ടർ ബില്ല്, വാട്ടർ ബില്ല്, എന്റെ കൊച്ചുങ്ങളെ ഫീസ്, ഇതെല്ലാം മൊലാലി തരണം. അത്രേ ഉള്ള. അത് ഞാൻ സെറ്റാക്കി തരാം. മലയാളി, എല്ലാം ഞാൻ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അവൾ ഓക്കെയാണ്. നീ എന്തോടാ അവക്കടെ ചെവി പോയി കടിച്ചു പറഞ്ഞു? മലയാളി വേറെ ഒന്നുമല്ല. അവളുടെ കൊച്ചുങ്ങളുടെ ഫീസ്, വാട്ടർ ബില്ല്, വാടക എല്ലാം മലയാളി കൊടുക്കാൻ ഞാനും കേറ്റ്. എന്നാ പിന്നെ എനിക്ക് അവളെ ഇവിടെ വിളിച്ച് താമസിച്ച പോരെ? എന്നാ പിന്നെ അവക്കൊരു ജോലി അങ്ങ് കൊടുത്തൂടെ? എന്നാ പിന്നെ ഞാൻ അവളെ ഇവിടെ അങ്ങ് ജോലിക്കാക്കി. ഞാൻ പറഞ്ഞ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നിനക്ക് ഇപ്പൊ തൊട്ട് ഇവിടെ ജോലിക്ക് കയറാം. മരണ വേണം മലയാളി. അപ്പൊ ഞാൻ ഇന്ന് മുതൽ ഇവിടെ ജോലി ചെയ്യട്ടെ. നിന്നെ ഞാൻ ഇവിടെ ജോലിക്കെടുത്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞോ? ഞാൻ ഇവിടെ ജോലിക്ക് കയറിയില്ലേ, അപ്പൊ പിന്നെ എന്തിനാ ഇവന്നെ? അതൊരു ശരിയാ. മലയാളി അവന്റെ കീഴാളി.